പണി കിട്ടും എന്ന് പറഞ്ഞാൽ മുട്ടം പണി കിട്ടും. പക്ഷെ ഞാൻ ഇത് നിർത്തിയപ്പം ഇതിന്റെ ഓപ്പോസിറ്റ് ആയി ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ സംഭവം വേറൊന്നുമല്ല, ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ട് ഭയങ്കര റിവ്യൂസ് ഒക്കെ ഉള്ളൊരു പ്രോഡക്റ്റാണ് ഡേൺ ഡോക്കിൻ്റെ 10% നിയാസിനിമയുടെ ഫേസ് സിറം ആണ്. സത്യം പറഞ്ഞാൽ ഒരു 3 ബോട്ടിൽ ഞാൻ യൂസ് ചെയ്ത് തീർത്തിട്ടുണ്ട്. ഈ 3 ബോട്ടിൽ മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ വേറെ നെക്സ്റ്റ് സംഭവം എന്ന് വെച്ചാൽ ഇതൊരു 1 മന്തൊക്കെ നമുക്ക് മാക്സിമം 1 മന്തൊക്കെ പിടിച്ചിരിക്കാൻ പറ്റും കേട്ടോ. ഡെയിലി ട്വൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ചിലപ്പം 1 മന്തൊന്നും പറ്റത്തില്ല, അതിന് മുമ്പേ തന്നെ മേടിക്കേണ്ടി വരും. കാരണം എത്ര ml ആണിത്, 10 ml 15 ml എന്തോ ആണ്. അപ്പോൾ ഞാൻ ഇത് 1 മന്തൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, കാരണം അതിൽ കൂടുതലൊന്നും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷേ ഇത് യൂസ് ചെയ്തിട്ട് എനിക്കുണ്ടായ ഡീമെരിറ്റും മെരിറ്റും ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ വേണ്ടി പോകുന്നത്. എനിക്കിത് യൂസ് ചെയ്തിട്ട് ഭയങ്കര പ്രതീക്ഷയോടെയൊക്കെ കൂടെയാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കണേ കേട്ടോ. ഭയങ്കര റിവ്യൂസൊക്കെ കണ്ട് കുറേ സെലിബ്രിറ്റീസൊക്കെ കുറേ റിവ്യൂസൊക്കെ പറയണേ. ജാസ്മിൻ ജാഫർ, എനിക്കൊന്ന് കുറേ പേര് ഇതിനെപ്പറ്റി ഭയങ്കര പ്രൊമോഷനൊക്കെ ആയാലും എന്തായാലും കുറേയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ പ്രോഡക്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി മേടിച്ച് യൂസ് ചെയ്തപ്പം ഗൈസ് ഒന്നും പറയാനില്ല, ഒരു അടിപൊളി പെർഫെക്റ്റ് പ്രോഡക്റ്റ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇതിന് ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ സ്ഥിരം യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് എനിക്ക് തോന്നിയൊരു ഇത്. ഞാനിത് യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പം എനിക്ക് ഈ ഒരു സൈഡിലൊക്കെ ഒരു ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ഓയിലി ആയിരുന്നു ഓയിലി സ്കിന്നായിരുന്നു. ഓൾറെഡി എൻ്റെ ഓയിലി സ്കിന്നാണ്. ഈ ഒരു സിറം യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നീ നല്ല കളർ വെച്ചിട്ടുണ്ട്, ഭയങ്കര സ്കിന്ന് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്, നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനിത് നിർത്തിയപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റായി ഗൈസ്. ഇത് നിർത്തിയപ്പോൾ ഞാൻ ഇതിൻ്റെ ഡബിൾ ഓപ്പോസിറ്റായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ മൂന്ന് ബോട്ടിലേ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. എല്ലാ മാസവും 300 രൂപ വെച്ച് എടുക്കണ്ടേ? 300 എത്ര, 310 എന്തോ ആവും. എല്ലാ മാസവും 310 ഇതിന് വേണ്ടി മാത്രം ചിലവാക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തതുകൊണ്ട് ഞാൻ അതങ്ങ് വേണ്ട, കുഴപ്പമില്ല എന്ന് വേണ്ടെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര റിസൾട്ടായിരുന്നു. റിസൾട്ട് എന്ന് പറഞ്ഞാൽ സ്കിന്ന് നല്ല ബ്രൈറ്റായി, ഓയിൽ കൺട്രോളായി, പിന്നെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ പോയി. സാധാ ഒരു സൺസ്ക്രീനും പൗഡറും ഇടുമ്പോൾ തന്നെ ഭയങ്കര ബ്രൈറ്റായിട്ട് തോന്നുക. എനിക്ക് ഭയങ്കര ഡിഫറൻസ് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തപ്പം. പക്ഷേ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സെറ്റ് പ്രോഡക്റ്റാണ്, അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. പക്ഷേ ഇത് നിർത്തുവാണെങ്കിൽ എല്ലാം പോകും. പിന്നെ ഓയിലി ആവും സ്കിന്ന്. പിന്നെ ഡാർക്ക് സ്പോട്ട്സ് വലുതായിട്ട് കുഴപ്പമില്ല കേട്ടോ. എനിക്കങ്ങനെ വലുതായിട്ട് ഇങ്ങനെ പിമ്പിൾസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഡാർക്ക് സ്പോട്ട്സ് ആയിട്ടൊന്നും എനിക്കിങ്ങനെ ഇല്ല. പക്ഷേ ചെറുതായിട്ട് ഇവിടെ ഈ സൈഡിൽ ഇങ്ങനെ വാരയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അങ്ങ് മാറി കേട്ടോ. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പൊന്തി ചെറുതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭയങ്കരമായിട്ടുണ്ടായിരുന്നു, അതൊക്കെ അങ്ങ് മാറിയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഡീമറിറ്റ് ആയിട്ടൊന്നും ഇല്ല. എന്നാലും ഇത് നിർത്തുമ്പോഴത്തേക്കും ചെറിയൊരു ബ്രൈറ്റ്നെസ് പോവുക, പിന്നെ ഉള്ളതിനേക്കാളും ചെറുതായിട്ടൊന്ന് കളർ കുറയുക, പിന്നെന്താണ് ഓയിൽ സാധാ പോലെ ഓയിൽ സ്കിൻ ആവുക. പക്ഷേ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്, ഒരു രക്ഷയില്ല, അടിപൊളി പ്രോഡക്റ്റാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ രാവിലെയും രാത്രിയും കിടക്കാൻ നേരത്ത് ഇത് യൂസ് ചെയ്യാമായിരുന്നു. രാവിലെ മേക്കപ്പ് ഇടുമ്പം, മേക്കപ്പല്ല, ജസ്റ്റ് ഇങ്ങനെ സൺസ്ക്രീമും പൗഡറൊക്കെ ഇടുമ്പോഴത്തേക്കും ഇത് സൺസ്ക്രീം ഇടുന്നതിന് മുമ്പ് ഇത് അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോഴത്തേക്ക് നല്ലൊരു ഗ്ലോയും ഭയങ്കര ഒരു അടിപൊളി പ്രോഡക്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇത് ഞാൻ യൂസ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം ഇത് പിന്നെ പിമ്പിൾസ് ഒക്കെ സ്ഥിരം വരുന്ന ഒരു ഫേസ് ആണെങ്കിൽ ഇത് ആദ്യമേ കോരി എടുത്ത് 3 ഡ്രോപ്പ് ഒന്നും എടുത്ത് ഒഴിച്ച് കളയരുത്. പണി കിട്ടും എന്ന് പറഞ്ഞാൽ മുട്ടം പണി കിട്ടും. അതുകൊണ്ട് ആദ്യമേ എടുത്ത് 3 ഡ്രോപ്പ് ഒന്നും എടുത്ത് ഒഴിച്ച് കളയില്ല. ജസ്റ്റ് ഒരു ഡ്രോപ്പ് എടുത്തിട്ട് കയ്യിൽ പക്ഷേ ഇതില്ല കേട്ടോ, തീർന്നു. ഒരു ഡ്രോപ്പ് ഇങ്ങനെ എടുക്കുക. ഒരു ഡ്രോപ്പ് എടുത്തിട്ട് ജസ്റ്റ് തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് 1 വീക്ക് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. 1 വീക്കിന് ശേഷം ഓരോ ഡ്രോപ്പായിട്ട് നെറ്റിയിലും കവിളിലും പിന്നെ താടിയിലും ഓരോരോ ഡ്രോപ്പായിട്ട് ഒഴിച്ചിട്ട് അപ്ലൈ ചെയ്യുക.
മാക്സിമം ഒരു 2 വീക്സ് ഒക്കെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ 2 വീക്സിനുള്ളിൽ ഒരു ഭയങ്കര ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അത് ഉറപ്പാണ്. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നുകൊണ്ടാണ് നിങ്ങളുടെ പറയുന്നത്. സത്യം അടിപൊളി പ്രോഡക്റ്റ് ആണ്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഇതൊരു അടിപൊളി പ്രോഡക്റ്റ് ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നെ നിർത്തിക്കഴിഞ്ഞാൽ ഇതിന് ഡീമെറിറ്റ്സ് ഉണ്ട്. അതിപ്പോൾ നമ്മൾ ഏത് പ്രോഡക്റ്റ് ആയാലും നിർത്തിക്കഴിഞ്ഞാൽ അതിനൊരു സൈഡ് എഫക്റ്റ് ആയിട്ടല്ല, ഒരു ഡീമെറിറ്റ്സ് ആയിട്ട് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ തന്നെ നമ്മൾ എന്തെങ്കിലും വൈറ്റിംഗ് ക്രീമൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അത് ഭയങ്കര ഒരു എഫക്റ്റീവായിട്ട് തോന്നും. അത് നിർത്തുമ്പോഴത്തേക്കും പിന്നെ അതിനേക്കാളും ഡാർക്കായിട്ട് വരില്ലേ, അതേപോലെ തന്നെ. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ഡാർക്കായ പോലെ എനിക്ക് തോന്നിയില്ല. എന്നാലും നിർത്തിയതിൻ്റെ ഒരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഡൾനെസ് പോലെ, ചെറിയൊരു ഡൾനെസ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് പിന്നെയും യൂസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. പക്ഷേ എല്ലാ മാസവും മേടിക്കണ്ടേ ഗൈസ്? അപ്പോൾ ബഡ്ജറ്റ് ഉള്ളവരൊക്കെ മേടിക്കുക, ഇല്ലാത്തവർ മേടിക്കണ്ട. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ വീഡിയോ വലിച്ചു നീട്ടി കോളാക്കണില്ല. എന്താണ്, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിറം യൂസ് ചെയ്യണമെങ്കിൽ സൺസ്ക്രീൻ മസ്റ്റായിട്ടും യൂസ് ചെയ്യണം. എന്ന് വെച്ചാൽ രാത്രി കുഴപ്പമില്ല, രാത്രി നമ്മൾ ഒരു സിറം യൂസ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തിട്ട് കിടന്നുറങ്ങുക. പിന്നെ രാവിലെ ആണെങ്കിൽ സിറം ഇട്ടിട്ട് മോയ്സ്ചറൈസർ ഇട്ടിട്ട് സൺസ്ക്രീൻ നിങ്ങൾ ഇട്ടേ പറ്റൂ, ഇല്ലെങ്കിൽ സ്കിൻ ഡാമേജ് ആയി പോകും. അത് മാക്സിമം എന്തായാലും ശ്രദ്ധിക്കുക. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ സിറം ഡോക്കിൻ്റെ 10% നിയാസിനമൈഡ് ഫേസ് സിറത്തെ പറ്റി എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിച്ചിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.